തുടങ്ങി. വഴിയിൽ അവർ ഒരു പഴയ തുരങ്കം കണ്ടു. അവർ അകത്തേക്ക് പോയപ്പോൾ പരിക്കേറ്റ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നത് കണ്ടു. അതൊരു വേട്ടക്കാരനായിരുന്നു. നേരത്തെ ഒരു ചെന്നായ്ക്കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ചെന്നായകൾ അയാളെ പിന്തുടർന്ന് കാലിന് പരിക്കേൽപ്പിച്ചതാണ്. വേട്ടക്കാരൻ നല്ല മനുഷ്യനല്ലെന്ന് വൃദ്ധന് അറിയാമായിരുന്നു. പക്ഷേ അയാളെ തനിച്ചാക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കരുതി. രാവിലെ ആയ ഉടൻ തന്നെ വേട്ടക്കാരനെയും കൂട്ടി അദ്ദേഹം മുന്നോട്ടു പോയി. അവർ ഒരു മരപ്പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പാലം തകർന്നു. വേട്ടക്കാരൻ പുഴയിലേക്ക് വീണു. ശക്തമായ ഒഴുക്കുണ്ടായിട്ടും അദ്ദേഹം ഒന്നും ആലോചിക്കാതെ പുഴയിലേക്ക് ചാടി അയാളെ രക്ഷിച്ചു. ഇതിനിടെ കരയിൽ കിടന്ന ഒരു ആടിനെ ചെന്നായ കൊന്നു. അതിന്റെ മരണത്തിൽ അയാളുടെ ഹൃദയം തകർന്നു. അദ്ദേഹം ദേഷ്യത്തോടെ ചെന്നായകളെ നോക്കി. പുഴ കടന്നിട്ടും ചെന്നായകൾ പിന്തുടർന്നു. മുന്നോട്ടുള്ള വഴി അടഞ്ഞു. അയാൾ ഒരു പരിഹാരം ആലോചിച്ചു. അദ്ദേഹം ഓരോ ആടിനെയും കുന്നിന്റെ താഴേക്ക് തള്ളിവിട്ടു. എന്നിട്ട് വേട്ടക്കാരനെ തള്ളിവിട്ട ശേഷം മീഡോണയെ മടിയിലിരുത്തി താഴേക്ക് ചാടി. താഴേക്ക് ഒരു ചെരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ വേട്ടക്കാരൻ പരിക്കേറ്റു. വൃദ്ധന് അയാളെ മുതുകിൽ ചുമന്ന് ഓടേണ്ടിവന്നു. ചെന്നായകൾ വീണ്ടും അടുത്തുവന്നു. വൃദ്ധൻ വേട്ടക്കാരനെ താഴെയിറക്കി തന്റെ കോടാലി പുറത്തെടുത്ത് യുദ്ധത്തിന് തയ്യാറെടുത്തു. പക്ഷേ വേട്ടക്കാരൻ ഭയന്ന് ഓടിപ്പോയി. ചെന്നായകളുടെ നേതാവ് കുന്നിന്റെ മുകളിൽ നിന്ന് എല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ചെന്നായ ആക്രമിച്ചു. അയാൾക്ക് കൃത്യസമയത്ത് ബാലൻസ് കിട്ടാതെ താഴെ വീണു. പക്ഷേ അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല. ഒരു കൈകൊണ്ട് ചെന്നായയുടെ കഴുത്തിൽ പിടിക്കുകയും മറ്റേ കൈകൊണ്ട് കോടാലിക്ക് വേണ്ടി തിരയുകയും ചെയ്തു. കോടാലി കിട്ടിയ ഉടൻ അദ്ദേഹം അതിന്റെ കഴുത്തിന് വെട്ടി. ചെന്നായ മരിക്കുന്നത് വരെ വൃദ്ധൻ പിടിവിട്ടില്ല. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ചെന്നായകളുടെ നേതാവ് പിന്നിൽ നിന്നു വന്നത്. വൃദ്ധൻ ഭയന്നാൽ മരണം ഉറപ്പാണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിലത്ത് കിടന്ന് അതിന്റെ കണ്ണുകളിലേക്ക് തുറച്ചുനോക്കി. അദ്ദേഹത്തിന്റെ അപകടകരമായ നോട്ടം കണ്ട് നേതാവ് ഭയന്നുപോയി. പതുക്കെ അത് അവിടെ നിന്ന് തിരികെ പോയി. വൃദ്ധൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. പക്ഷേ ക്ഷീണം കാരണം അവിടെ കിടന്നുപോയി. അപ്പോഴാണ് അദ്ദേഹം എഞ്ചിന്റെ ശബ്ദം കേട്ടത്. പ്രതീക്ഷ ഉണർന്നു. അദ്ദേഹം തന്റെ അവസാന ശക്തി സംഭരിച്ചു കുന്നിൻ മുകളിലേക്ക് കയറി. മുകളിലേക്ക് നോക്കി. രക്ഷാസംഘം എത്തിയിട്ടുണ്ട്. അദ്ദേഹം അലറിവിളിച്ചു. പക്ഷേ ഒരു ശബ്ദവും പുറത്തുവന്നില്ല. രക്ഷാസംഘം അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നിന്ന് തിരികെ പോയി. വൃദ്ധൻ തകർന്നു കുന്നിൻ മുകളിലേക്ക് ഉരുണ്ടുപോയി. ഇനി ഭാര്യയുടെ അടുത്തേക്ക് പോകാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ എത്തി. ചെന്നായകളുടെ ശവശരീരങ്ങളും രക്തക്കറകളും കണ്ടാണ് അവൻ വഴി തിരഞ്ഞെടുത്തത്.